രേണുസുധിയുടെ പശ്ചാത്തലം ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതെന്റെ അനുഭവത്തിലൂടെ ഞാൻ തുറന്നു പറയാം. രേണുസുധി ബിഗ് ബോസിൽ പോയി, അപ്പൊ അങ്ങനെ പ്രശസ്തി നേടിയ ഒരാളായിട്ട് മാറാൻ പോവുകയാണ്. അവിടെ പോയി കുറച്ചു നേരം കുറെ സമയം കണ്ണാടി നോക്കിയിരുന്ന് കരഞ്ഞത് കൊണ്ടോ കട്ടിലേ കിടന്ന് കരഞ്ഞത് കൊണ്ടോ പൊതുജനങ്ങളെ ഈ രേണുസുധിക്ക് വോട്ട് ചെയ്യുന്നെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? രേണുസുധിയെ ആരാധിക്കുന്ന ധാരാളം ആരാധകരുണ്ടെന്നല്ല ഇപ്പം പറയുന്നത്. ആരാധിക്കട്ടെ. ആരാധകരുണ്ടല്ലോ, അതാണല്ലോ താങ്കൾക്ക് ഭീഷണിയുമായിട്ട് വന്നത്. തീർച്ചയായിട്ടും ഇവർക്ക് PR വർക്ക് ചെയ്യുന്ന ഒരു വളരെ സ്ട്രോങ് ടീമാണെന്നുള്ള വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഏറെക്കുറെ ഞാൻ പോലീസിന് കൊടുത്തിട്ടുണ്ട്. അവർ നിരീക്ഷണത്തിലാണെന്ന് എന്നോട് പോലീസ് പറഞ്ഞു. ഏതൊരു കാര്യത്തിനും നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ അഹങ്കാരം, എനിക്കായിക്കൊള്ളട്ടെ വേറൊരാൾക്കായിക്കോട്ടെ, അഹങ്കാരം, ഞാൻ എന്ന ഭാവം, അഹംഭാവം എന്നതിന് പറയുന്നത്, അത് വന്നിട്ടുണ്ട് അധിക നാൾ അതൊന്നും മുന്നോട്ട് പോകത്തില്ല. ഞാൻ കേരളത്തിൽ ഒരുപാട് വലിയ നടീനടന്മാരെ ഞാൻ കണ്ടിട്ടുള്ളവരിൽ വെച്ച് വലിയ കഴിവുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ നടീനടന്മാരുണ്ട്. എന്ത് സ്നേഹത്തോടും ആദരവോടും മറ്റുള്ളവരോട് എന്ത് ദയോടും വാത്സല്യത്തോടുമാണ് അവർ പെരുമാറുന്നത്. ഒരു അനുസ്ത്രീയുണ്ട്, പത്തനാപുരത്തിനടുത്തുള്ള ഒരു അനുസ്ത്രീ. എന്ത് താഴ്മയാ പെൺകുട്ടിക്ക്, എന്ത് താഴ്മയാണ് ആ കുട്ടി മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യും. ഞാനിത് ഇപ്പൊ ഒരു രേണുസുധി എന്നൊരു സ്ത്രീയെ പറ്റി ചോദിച്ചുകൊണ്ടാണ് മറ്റ് സിനിമാ നടിമാരെ പറ്റി ഞാൻ എടുത്തു പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ മോനെ? ഈ രേണുസുധിയുടെ ഒരു ആർമി ഉണ്ട് ഇപ്പോൾ. തീർച്ചയായിട്ടും അവരാണ് എന്നെ വകവരുത്തുവാനായിട്ട് ഇവിടെ വാഹനങ്ങളിൽ വന്നത്. അതിന് യാതൊരു സംശയമില്ലാത്ത കാര്യം. ഇന്റർനാഷണൽ കോളുകളാണ് വന്നിരിക്കുന്നത്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ആ കോളുകളിൽ എന്തായിരുന്നു? നിങ്ങൾ സൂക്ഷിച്ചോ, നിങ്ങൾക്കുള്ള പണി വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ പ്രോപ്പർട്ടിയിൽ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ബിസിനസ് നടന്നോ? ഇല്ല, നടക്കുന്നില്ല. രണ്ടാമത് നമ്മുടെ വസ്തുവിന് ഒരു വാല്യൂ കുറഞ്ഞു പോയി. അതെന്തുവാണെന്ന് കേരള സമൂഹത്തിലുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്, ഈ നാട്ടിലുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരിക്കൽ പോലും ഒരാൾ രേണുസുധിയുടെ നെയ്ബർഹുഡ് ആകാനായിട്ട് വരത്തില്ല, ഈ സമീപത്തോട്ട് വരത്തില്ല. രേണുസുധിക്ക് ഗൂഗിൾ പേ ചെയ്യാൻ തയ്യാറാകുന്ന വ്യക്തി 5 പ്രാവശ്യം ചിന്തിക്കണം. അയക്കണോ വേണ്ട, അയക്കണോ വേണ്ട, ആലോചിച്ചിട്ട് ചെയ്താൽ ഇന്ന് ഞാനിരിക്കുന്ന പോലെ ഇന്റർവ്യൂവിന് വന്നിരിക്കേണ്ടി വരത്തില്ല. രേണുസുധി പറഞ്ഞ വ്യക്തി വന്ന വഴികളും മറക്കുന്ന 100%. വന്ന വഴികളെല്ലാം അവർ മറന്നുപോയി. ഇനിയിപ്പം ബിഗ് ബോസ് ഹൗസിൽ ചെന്ന് ഇവരെന്തെങ്കിലും 100 ദിവസമൊക്കെ അവിടെ നിന്ന് പുറത്ത് വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരും പറയാം അവിടുത്തെ പഴത്തിന് അത്ര ഉപ്പില്ലായിരുന്നെന്ന് പറയും. ബാക്കി കാര്യങ്ങൾ ജനം കേൾക്കുന്നവർക്ക് മനസ്സിലാവും. എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാതെ ആ പുള്ളിക്കാരത്തേക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അവരങ്ങനെയാണ്. ഭീഷണികളുണ്ടാവുന്നു. അതൊക്കെ അവരെ വളരെ മുറിപ്പെടുത്തുന്നതാണ്. പല കാര്യങ്ങളും എൻ്റെ അമ്മയെ അറിയിക്കാൻ പോലും പറ്റത്തില്ല. കാരണം അമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. ഇപ്പം അമ്മ ഒരു സർജറി കഴിഞ്ഞിട്ട് ഇന്നലെ 3 മാസം തികഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം അമ്മ വീട്ടിൽ വിശ്രമിക്കുകയാണ്. അവർക്ക് അത് താങ്ങാനാവുന്നതിനപ്പുറമായ ദുഃഖത്തിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ വേദനയിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കുക. അവർ പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടിയിട്ട്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ അമ്മയും സഹോദരിയും ആ നിമിഷം തന്നെ ഹൃദയം അവർക്ക് താങ്ങാനുള്ളൊരു പവർ ഉണ്ടായിരിക്കത്തില്ല. അത് അവരും തളർന്നു പോകും. തീർച്ചയാണത്. കാരണം വേറെ ആരും അവരെ സംരക്ഷിക്കുവാനായിട്ട് ഈ ഭൂമിയിൽ ഇല്ല. ഇപ്പോൾ താങ്കൾക്ക് ജീവനും ഭീഷണിയുണ്ട്, അതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്നെ കാണാനായിട്ടും വരാനിടയായത്. എനിക്ക് ജീവന് ഭീഷണി ഉണ്ടല്ലോ. ഈ രേണുസുധിയുടെ ഒരു ആർമി ഉണ്ട് ഇപ്പോൾ. തീർച്ചയായിട്ടും അവരാണ് എന്നെ വകവരുത്തുവാനായിട്ട് ഇവിടെ വാഹനങ്ങളിൽ വന്നത്. അതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഈ ഫോൺ കോൾ ഇന്റർനാഷണൽ കോളുകളാണ് വന്നിരിക്കുന്നത്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ആ കോളുകളിൽ എന്തായിരുന്നു? നിങ്ങൾ സൂക്ഷിച്ചോ, നിങ്ങൾക്കുള്ള പണി വരുന്നുണ്ടെന്ന് പറഞ്ഞു. എവിടുന്നാണെന്നോ ആരാണെന്നോ ഒന്നും പറഞ്ഞില്ല. ആരാ എന്തുവാന്ന് ചോദിച്ചിട്ട് അവർ ആൻസറിൽ കട്ടാക്കുക ചെയ്ത് ഞാൻ പോലീസിന് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ രേണുസുധിയെ സംബന്ധിച്ചുള്ള രേണുസുധിയുടെ പശ്ചാത്തലം ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതെന്റെ അനുഭവത്തിലൂടെ ഞാൻ തുറന്നു പറയുന്നു. എൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദി രേണുസുധിയും തങ്കച്ചനും മാത്രമാണെന്ന് ഞാൻ എൻ്റെ അഡ്വക്കേറ്റിനോടും പറഞ്ഞിട്ടുണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെന്റിലും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ രേണുസുധിയുടെ ഭർത്താവായ കൊല്ലസുധിയുടെ ഗ്രൂപ്പായിട്ടുള്ള രതീഷ് എന്നൊരു വ്യക്തി അദ്ദേഹത്തിന് ഇതുപോലുള്ള ഒരു ഭീഷണിയും അതുപോലെ ഒരു ഗുണ്ടാസംഘം അവരെ നേരിടാൻ വന്നതായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് രേണുസുധിയുടെ ശുപാർശയോടെയാണ് എത്തിയത് എന്നുള്ള രീതിയിൽ. അതേ രീതിയിലുള്ളൊരു അറ്റാക്ക് പിതാവും ഏതെങ്കിലും രീതിയിൽ ഞാനത് പ്രതീക്ഷിച്ച് തന്നെയാണ് നിൽക്കുന്നത്. സംഭവിക്കുമെന്ന് എന്നോട് പലരും വിളിച്ചും പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഫോണിൽ കൂടെ എന്നോട് പറഞ്ഞില്ലേ, പിന്നെ നേരിട്ട് കാറിൽ ഇവിടെ വന്നല്ലോ 2-3 പ്രാവശ്യം. അസമയത്ത് ഒരു 7 മണി സമയമായപ്പോൾ കാറിൽ ഇവിടെ വന്ന് വട്ടം ചുറ്റി ഇവിടെ വന്ന് എന്നോട് പറഞ്ഞിട്ട് പോയിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ജീവനിൽ ഭയമുണ്ട്.
ഇപ്പോൾ ഇങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ മുന്നേ നമ്മൾ സംസാരിച്ച് പറഞ്ഞു, രേണുസുതി പോലെയുള്ള ആളുകൾക്ക് സഹായ ഹസ്തങ്ങൾ, രേണുസുതിക്കല്ല അവരുടെ കുടുംബത്തിന് സഹായങ്ങൾ നൽകിയതോടെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന രീതിയിൽ, സംശയിക്കുന്ന രീതിയിലേക്ക് മാറ്റപ്പെടുന്നു. ഇനി മുന്നോട്ട് ഞാൻ കേരള ജനതയോട് എന്നെ കേൾക്കുന്ന മാന്യം നിങ്ങളുടെ സുഹൃത്തുക്കളോട്, പ്രേക്ഷകരോട് പറയുകയാണ്, ഞാൻ ചെയ്യുന്ന ചാരിറ്റി പണപരമായിട്ടല്ല, സാമ്പത്തികമായിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് കാര്യം. ഞാൻ നൽകുന്ന എൻ്റെ കയ്യിലുള്ള പ്രോപ്പർട്ടി ഉണ്ടല്ലോ, വസ്തു, അതാണ് ഞാൻ ചാരിറ്റി ആയിട്ട് ചെയ്യുന്നത്. സാമ്പത്തികമായിട്ട് ആരെ സഹായിക്കാൻ എനിക്ക് പണമില്ല. ഞാൻ ഒരാളിൽ നിന്ന് വാങ്ങിച്ച് വേറെ ആൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഒരിക്കലുമില്ല. എനിക്ക് കുറച്ച് പ്രോപ്പർട്ടികളാണ് ഉള്ളത്, അതിൽ നിന്നാണ് ഞാൻ ഈ ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ രേണുസുതി ബിഗ് ബോസിൽ പോയി, അപ്പോൾ അങ്ങനെ പ്രശസ്തി നേടിയ ഒരാളായിട്ട് മാറാൻ പോവുകയാണ്. അപ്പോൾ അതിനെയൊക്കെ ബിഷപ്പ് ചെയ്യുന്ന രീതിയിലാണ് നോക്കുന്നത്. അവര് അതിന് യോഗ്യതയുള്ള സ്ത്രീയാണെങ്കിൽ അവർക്ക് അതിന് ലഭിക്കട്ടെ എന്ന് ഞാൻ ചിന്തിക്കുന്നു. അവർക്ക് അതിന് യോഗ്യതയുള്ള ആളാണെങ്കിൽ ലഭിക്കും. ഇല്ലാതെ അവിടെ പോയി കുറച്ച് നേരം കുറേ സമയം കണ്ണാടി നോക്കിയിരുന്ന് കരഞ്ഞതുകൊണ്ടോ, കട്ടിലേ കിടന്ന് കരഞ്ഞതുകൊണ്ടോ, ഇനി ആ കപ്പ് ബഹുമാനപ്പെട്ട ലാൽ സാറ് ഈ രേണുസുതിയുടെ കൈ കൊടുത്തു വിടുന്നെങ്കിൽ പ്ലാന്തോട്ടംകാരായ ഞങ്ങൾക്ക് സന്തോഷം. ഏത് ഒരു ബിഗ് ബോസ് സീസൺ 7 കപ്പ് പ്ലാന്തോട്ടം ചങ്ങനാശ്ശേരി വന്നെന്ന് പറയുമ്പോൾ നമുക്കതിൽ എന്തോ ഉണ്ട്, സന്തോഷം. പക്ഷെ അത് അർഹതപ്പെട്ട കാര്യങ്ങളിലാണോ എന്നുള്ളത് അതിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ ചിന്തിച്ച്, അവർ നല്ല കഴിവുള്ള ആൾക്കാരാണ്, അവർ തീർച്ചയായിട്ടും അർഹതപ്പെട്ടവർക്ക് അവരത് നൽകുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അല്ല, പൊതുജനങ്ങളാണ്, വോട്ടിങ്ങിലൂടെയാണ് പൊതുജനങ്ങളെ ഈ രേണുസുതിക്ക് വോട്ട് ചെയ്യുന്നെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? രേണുസുതിയെ ആരാധിക്കുന്ന ധാരാളം ആരാധകരുണ്ടെന്നല്ലേ ഇപ്പൊ പറയുന്നത്. ആരാധിക്കട്ടെ, ആരാധകരുണ്ടല്ലോ, അതാണല്ലോ താങ്കൾക്ക് ഭീഷണിയുമായിട്ട് വന്നത്. തീർച്ചയായിട്ടും. അപ്പൊ എങ്ങനെയുള്ള ആരാധകരാണ്? ഈ കേരളത്തിൽ എത്രയോ നടീനടന്മാരുണ്ട്, അവരുടെ ആരാധകർ ആരെങ്കിലും ഇത് കൊലപ്പെടുത്താൻ വേണ്ടി ഭീഷണിയുമായിട്ട് ചെല്ലുമോ? ഞാൻ കേരളത്തിൽ ഒരുപാട് വലിയ നടീനടന്മാരെ ഞാൻ കണ്ടിട്ടുള്ളവരിൽ വെച്ച് വലിയ കഴിവുള്ള, ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ നടീനടന്മാരുണ്ട്. അവരുടെയൊക്കെ പെരുമാറ്റവും അവരുടെയൊക്കെ ഇടപാടും ഒക്കെ എന്ത് സ്നേഹത്തോടും ആദരവോടും മറ്റുള്ളവരോട് എന്ത് ദയോടും വാത്സല്യത്തോടുമാണ് അവർ പെരുമാറുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് എന്താണ് ഈ ഒരു സമൂഹത്തിൽ ഇവർ കാട്ടിക്കൂട്ടി വെക്കുന്നതെന്ന് പൊതുജനം ചർച്ച ചെയ്യട്ടെ. ഇപ്പൊ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണം ഏതുവരെയായി? അന്വേഷണം അവര് ഇതിൽ നിന്ന് വന്ന ശേഷം ഇവരെ വിളിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇവിടെ വന്ന ആളുകളെ കണ്ടെത്തുകയോ അതിനുള്ള അന്വേഷണം അവർ നടത്തുമെന്ന് തന്നെ പറഞ്ഞു. എൻ്റെ CCTV ക്യാമറയുടെ ഡീറ്റെയിൽസ് അവർ കളക്ട് ചെയ്തിട്ടുണ്ട്, പോലീസുകാർ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ, അതായത് ഇനിയുള്ള ഇപ്പോൾ മെമ്പർ അടക്കം പറഞ്ഞു താങ്കൾ ചെയ്ത ചാരിറ്റി പ്രവർത്തനങ്ങളെ കുറിച്ചും വിശദമായ വിവരങ്ങൾ നൽകി, സമൂഹത്തിൽ ഇവിടെ ഈ നാടിന് ആവശ്യമുള്ള ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കിയുള്ള ഭാവിയിലേക്കുള്ള പരിപാടികളൊക്കെ എങ്ങനെയാണ്? അർഹതപ്പെട്ട നിർധനരെ സഹായിക്കാൻ തന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് വലിയ ആഗ്രഹമുള്ള ഒരാളാണ്. അർഹതപ്പെട്ട നിർധനരെ, തീർത്തും അശരണരായിട്ടുള്ളവരെ, ജാതി മത വ്യത്യാസമില്ലാതെ, വർഗവർണ്ണ വ്യത്യാസമില്ലാതെ നിർധനരായിട്ടുള്ളവരെ എനിക്കുണ്ടെങ്കിൽ സഹായിക്കാൻ വലിയ മനസ്സാണ്. ഞാനൊരു മിഷണറിയായി ജീവിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെ കണ്ടെത്തി സഹായിക്കാൻ തന്നെ എനിക്ക് വലിയ സന്തോഷമുള്ളതാണ്. പക്ഷേ എൻ്റെ ഒരു പ്രാർത്ഥനയുള്ള അർഹതപ്പെട്ടവർ മാത്രമായിരിക്കണം. അനർഹരായിട്ടുള്ളവർക്ക് ഒരിക്കലും, അനർഹതയുള്ളവരുടെ കരങ്ങളിൽ എത്തിപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഇത്രയും ഒരു വിവാദങ്ങളിൽ ചെന്ന് പോകുവാൻ ഇടയായതെന്ന് തീർച്ചയായിട്ടും നിസ്സംശയം ഞാൻ പറയും. അതായത് ഇപ്പോൾ രേണുസുതിക്ക് അല്ലെങ്കിൽ ആ സ്ത്രീ നിമിത്തമാണ് ഇത്രയും ദുഃഖം ഉണ്ടായിരിക്കുന്നത്. ആ കുടുംബത്തിന് നൽകിയതില്ല, ആ സ്ത്രീ നിമിത്തം എനിക്ക് ഒരുപാട് വേദന ഉണ്ടായി. ചെറിയ വേദനയല്ല, എൻ്റെ കുടുംബത്തിനുണ്ടായ വേദന, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കുണ്ടായ ദുഃഖം, അത് ചെറുതൊന്നുമല്ല, വലിയ രീതിയിലുള്ള വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. കുടുംബത്തിന് എന്തോരം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കുടുംബത്തിൽ നിന്ന് അവർ, എൻ്റെ റിലേറ്റീവ്സ് ആയിട്ടുള്ളവരെന്നോട് പറഞ്ഞു, ഒരിക്കലും ഈ ഒരു കുടുംബത്തിന് കൊടുത്തത് അത് വളരെ ബിഷപ്പിന് പറ്റിയ ഒരു അബദ്ധമായിട്ട് എന്നോട് പലരും എൻ്റെ കുടുംബത്തിൽ നിന്ന്. ഞാൻ അപ്പോഴും അതിനെ അവരെ തിരുത്തുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു 2 കുഞ്ഞുങ്ങൾക്ക് നൽകി എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഞാനത് ശാന്തമാക്കി. ഓക്കെ, ഇപ്പോൾ ബാക്കിയുള്ള ഇപ്പോൾ പറഞ്ഞു ഭാവിയുള്ള പരിപാടികൾ ഇനിയും ചാരിറ്റി ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ഇപ്പോൾ ഒരു പിതാവിന് അബദ്ധം പറ്റി, അതായത് രേണുസുതി പോലെ, അങ്ങനെ ഇനി രേണുസുതിക്ക് ഞാൻ നൽകിയിട്ടില്ല. ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അല്ല, ആ കുടുംബത്തിന് നൽകിയതിനാണുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, വിവാദങ്ങൾ ഉണ്ടാകുന്നത്. അതെ. ഇപ്പോൾ ഫ്യൂച്ചറിലേക്ക് അല്ലെങ്കിൽ ഭാവിയിലേക്ക് ഇനിയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധയൊഴിച്ചായിരിക്കും കൊടുക്കാൻ പോകുന്നത്? വളരെ ഫെയിമിൽ നിൽക്കുന്ന, ഇതുപോലെ ഇപ്പം ഈ സുധിയുടെ കാര്യം പറഞ്ഞാൽ അദ്ദേഹം ഒരു ഫെയിമിൽ നിൽക്കുന്ന ഒരാളായിരുന്നല്ലോ. അങ്ങനെയുള്ള ഒരാൾക്കാരെ കണ്ടുപിടിക്കാതിരിക്കാൻ ശ്രമിക്കും. മറിച്ച് തീർത്തും പാവങ്ങളായിട്ടുള്ളവരെ, ദുഃഖത്തിലിരിക്കുന്നവരെ, അശരണരായിട്ടുള്ളവരെ കണ്ടുപിടിച്ച് അവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് തന്നെ എൻ്റെ ആഗ്രഹം. അവർക്ക് എന്തെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന, ഒത്തിരി ഒന്നും ചെയ്യാൻ ഉള്ള സാഹചര്യം എനിക്കില്ല, എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കണമെന്ന് തന്നെ ആഗ്രഹിക്കും.
വലിയതൊന്നും ചെയ്യാൻ പണപരമായിട്ട് എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തികമായിട്ട് എൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ ഇവിടെ പ്രോപ്പർട്ടി വിഷയം, ഇപ്പോൾ ഒരു ഇത്ര ഏക്കർ സ്ഥലത്തിലാണ് പിതാവ് ഒറ്റയ്ക്ക് താമസിക്കുന്നു. അതിൽ നിന്ന് ഒരു ചെറിയ 30 മീറ്റർ അകലെയാണ് രേണുസുതിക്ക് സ്ഥലം നൽകിയിരിക്കുന്നത്. ഈ ഞാൻ ഇതിന് മുന്നേ വന്നപ്പോൾ സംസാരിച്ചാണ് ഈ പ്രോപ്പർട്ടിയിൽ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ബിസിനസ് നടന്നോ? ഇല്ല, നടക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നാമത് റിയൽ എസ്റ്റേറ്റ് ഡൗൺ ആണ്, രണ്ടാമത് നമ്മുടെ വസ്തുവിന് ഒരു വാല്യൂ കുറഞ്ഞു പോയി. അതെന്തുവാണെന്ന് കേരള സമൂഹത്തിലുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്, ഈ നാട്ടിലുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരിക്കൽ പോലും ഒരാൾ രേണുസുതിയുടെ നെയ്ബർഹുഡ് ആകാനായിട്ട് വരത്തില്ല, ഈ സമീപത്തോട്ട് വരത്തില്ലെന്ന് പറയാൻ അതിൻ്റെ കാരണം അവരിനി ബിഗ് ബോസ് അല്ല, ഇനി അവർക്ക് പത്മഭൂഷൺ ലഭിച്ചെന്ന് പറഞ്ഞാലും വരത്തില്ല. എനിക്കറിയാൻ വരത്തില്ലെന്ന്. അതിൻ്റെ കാരണങ്ങൾ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്, അത് പൊതുസമൂഹം കാണുന്നുണ്ട്. രേണുസുതി കാരണം ഇപ്പോൾ ഈ സ്ഥലത്തിന്റെ വില പോലും പോയി എന്നാണ്. വില പോയെന്ന് വെച്ചാൽ എന്നോടിവിടെ വരുന്നവർ അങ്ങനെയുള്ള ആൾക്കാർ ഇന്ന ആളിൻ്റെ അടുത്ത് താമസിക്കാൻ അവർക്ക് താല്പര്യമില്ലെന്ന് തന്നെയുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരിവിടെ താമസിക്കുന്നതല്ലല്ലോ എൻ്റെ വിഷയം. എൻ്റെ പ്രോപ്പർട്ടി ഇന്ന് വിറ്റില്ലേ 10 വർഷം കഴിഞ്ഞ് വിറ്റാലും മതി, പക്ഷേങ്കിൽ ഇവരുടെ അടുത്ത് താമസിക്കാനായിട്ട് അറിഞ്ഞിരുന്നുകൊണ്ട് ഒരാൾ വരത്തില്ല. അതിൻ്റെ കാരണം നിങ്ങൾ ബിഗ് ബോസ് ശരിക്കും ഒന്ന് കണ്ടാൽ മതി. പുള്ളിക്കാരത്തിയുടെ യഥാർത്ഥ സ്വഭാവം ആ ബിഗ് ബോസിൽ കാണിക്കുന്നുണ്ട്. എന്തുവാണെന്ന് ഞാൻ പറയത്തില്ല, ബിഗ് ബോസ് കാണുന്നവർക്ക് അതറിയാം. എന്നാൽ പിതാവ് കണ്ടെത്തിയ വിഷയം എന്തായിരിക്കും? ഞാൻ കണ്ടെത്തിയ വിഷയം എന്താണ് നിങ്ങൾക്ക് ബോധ്യമാകാവുന്നുള്ളൂ, പൊതുസമൂഹത്തിന് അത് മനസ്സിലാവും. പ്രായമുള്ള ഒരാളെ എങ്ങനെ കഴിഞ്ഞത് ഒരിടയ്ക്ക് ആ വീട് വാടകയ്ക്ക് കൊടുത്ത അപ്പച്ചൻ ഇവിടെ വന്നപ്പോഴേ അദ്ദേഹത്തെ എങ്ങനെ ഷൗട്ട് ചെയ്ത് ഈ അയൽവാസികളെല്ലാം കണ്ടല്ലോ ആ ഒച്ചത്തിയിട്ട് സംസാരിക്കുന്ന ആര്. ആ മനുഷ്യൻ ദുഃഖത്തോട് ഇവിടുന്ന് പോയില്ലേ. ആ പുള്ളി ഇവിടുത്തെ ഏറ്റവും വലിയൊരു കുടുംബത്തിലെ അംഗമായിരുന്നു, ഈ നാട്ടിലെ ഒരു വലിയ കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹത്തെ എങ്ങനെ രീതിയിലാണോ ആക്ഷേപിച്ച് വിട്ടതെന്ന് ഞാൻ കണ്ണുകൊണ്ട് കണ്ട ഒരാളാണ്. യഥാർത്ഥത്തിൽ ഇപ്പൊ രേണുസുതി 2 വർഷങ്ങൾക്ക് മുന്നേ ആയിരിക്കണം ആ വാടക വീട്ടിൽ താമസിച്ചിട്ടുള്ളതാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ വീട് വന്നിട്ട് 2 വർഷം തികയാണ്, ഓഗസ്റ്റ് ആകുമ്പോൾ 2 വർഷം തികയാണ്. ഈ 2 വർഷത്തിന് മുന്നേയുള്ള പണം ആവശ്യപ്പെട്ട് പല പ്രാവശ്യം അദ്ദേഹം ഫോണിൽ വിളിച്ചു ചോദിക്കുമ്പോഴൊക്കെ ഇവര് വളരെ കൊടുക്കാത്ത രീതിയിൽ അദ്ദേഹം അത് കാരണം 2 പ്രാവശ്യം ഇവിടെ നേരിട്ട് വന്നു, എന്നിട്ടും കൊടുത്തിട്ടില്ല, ഇതുവരെയും കൊടുത്തിട്ടില്ല, ഇന്നലെ വരെ കൊടുത്തിട്ടില്ല. ഇപ്പൊ രേണുസുതി മറ്റൊരു കാര്യം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഇനി ഈ വീട്ടിൽ ഞാൻ ഉപയോഗിക്കുന്ന, അതായത് രേണുസുതി എന്ന് പറഞ്ഞ വ്യക്തി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ വിവാദങ്ങളും വിമർശനങ്ങളും ആളുകൾ നൽകുന്നത്. ഞാൻ ആ വീട്ടിൽ താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് സ്വാഭാവികമല്ലേ. ബിഗ് ബോസിൽ പോയിട്ട് വന്നൊരു ബിഗ് ബോസ് താരം ഇനിയും ഇവിടെ താമസിക്കത്തില്ലല്ലോ ഒരിക്കലും. ഇനി അവർ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ വന്നു പോത്തല്ല ഉള്ളൂ. അപ്പോൾ ഒരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ സാധാ സെലിബ്രിറ്റി അല്ലല്ലോ ഇപ്പോൾ ആയത്, ബിഗ് ബോസ് സെലിബ്രിറ്റി അല്ലേ. ഞങ്ങളൊക്കെ എന്ന് വെച്ചാൽ സാധാരണക്കാരായ മനുഷ്യരാണ്, ഞാനൊക്കെ എന്ന് വെച്ചാൽ വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. അവരെന്ന് വെച്ചാൽ ഒരു ബിഗ് ബോസ് സെലിബ്രിറ്റി എന്ന് പറയാൻ ചെറിയ കാര്യമാണ്. മറ്റൊരു വിഷയം ചോദിക്കുകയാണ്. അപ്പോൾ അതായത് ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നു. വിവാദങ്ങൾ ഉണ്ടായ ഒരു 1-2 മാസത്തിന് ശേഷമാണ് രേണുസുതി ബിഗ് ബോസിലേക്ക് പോകുന്നത്. ആ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരാഴ്ചയ്ക്ക് മുന്നെയാണ് പറഞ്ഞത് ഇനി ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നില്ല. അപ്പോൾ ബിഗ് ബോസിലേക്ക് കിട്ടിയതുകൊണ്ട് മാത്രമാണോ, അതല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാകുന്നു, KHDC സംബന്ധം, അല്ലെങ്കിൽ ബിഷപ്പിന്റെ സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ താജ് പത്തനംതിട്ട, ഇങ്ങനെ നിരവധി ആളുകൾ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സമയങ്ങളിലൊന്നും പറയാത്തൊരു കാര്യം, ഇനി ആ വീട് എനിക്ക് വേണ്ട എന്ന് പറയാത്തൊരു രേണുസുതി ബിഗ് ബോസിലേക്ക് കിട്ടിയ ശേഷമാണോ ഇത് പറഞ്ഞെന്ന് തോന്നുന്നുണ്ടോ? ഞാനതിന് മാധ്യമ സുഹൃത്തായ ശ്രീരാജിനോട് ഞാൻ പറയുന്ന ഒരു കാര്യം, ഏതൊരു കാര്യത്തിനും നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ അഹങ്കാരം, എനിക്കായിക്കൊള്ളട്ടെ വേറൊരാൾക്കായിക്കോട്ടെ, അഹങ്കാരം, ഞാൻ എന്ന ഭാവം, അഹംഭാവം എന്നതിന് പറയുന്നത്, അത് വന്നിട്ടുണ്ടെങ്കിൽ അധികം നാൾ അതൊന്നും മുന്നോട്ട് പോകത്തില്ല. വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം. ജീവിതത്തിൽ നമുക്ക് അത്യുന്നതങ്ങളിൽ ഉയർച്ചയിലേക്കൊക്കെ നമ്മൾ എത്തിപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിധേയത്വം, ദൈവത്തോട്, പ്രായമുള്ളവരോട്, അമ്മമാരോട്, മറ്റുള്ളവരോട്, വൈദിക ശ്രേഷ്ഠരോട്, ഗുരുഭൂതന്മാരോട് ഒരു ആദരവും ബഹുമാനവും സ്നേഹവും ഒക്കെ തീർച്ചയായിട്ടും കണ്ടിട്ടില്ലേ. എത്ര വലിയ, ഞാൻ ഈ സിനിമാ ഫീൽഡിൽ നിൽക്കുന്നവരുടെ പേരെടുത്ത് ഞാൻ പറയട്ടെ. ഇപ്പം എനിക്കറിയാവുന്ന, ഇപ്പോൾ ഈ സിനിമാ ഫീൽഡിൽ നിൽക്കുന്ന കുറച്ച്, ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഒരു അനുസ്ത്രീ ഉണ്ട്, പത്തനാപുരത്തിനടുത്തുള്ള ഒരു അനുസ്ത്രീ. എന്ത് താഴ്മയാ പെൺകുട്ടിക്ക്, എന്ത് താഴ്മയാണ് ആ കുട്ടി മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നത്. ഞാൻ വളരെ, എനിക്ക് ആ കുട്ടിയുടെ ഓരോ പ്രോഗ്രാംസ് ഒക്കെ എൻ്റെ സുഹൃത്തുക്കൾ ഈ മൊബൈലിൽ എന്നെ കാണിച്ചു തന്നാൽ. ഞാൻ സിനിമ കാണുന്ന ആളല്ല, ഞാൻ സിനിമ കാണാറുമില്ല. ഞാനൊരു സിനിമ കാണുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 15-20 വർഷം മുമ്പ് ഒരു സിനിമ കാണുന്നത്, തിയേറ്ററിൽ പോകത്തില്ല ഞാൻ. പിന്നെ നമ്മുടെ എറണാകുളത്ത് എവിടെയോ താമസിക്കുന്ന, കഴിഞ്ഞ പ്രാവശ്യത്തെ ബിഗ് ബോസിലുണ്ടായിരുന്ന ഒരു കുട്ടിയുണ്ടല്ലോ,
അതിൻ്റെ പേരെന്താ, ഒരു ബിഗ് ബോസിലുള്ള ഒരു സിനിമാ നടി ഉണ്ടല്ലോ, ഒരു കുട്ടി, ഒരു മുസ്ലിം പെൺകുട്ടി, ഇപ്പം ഈ അമ്മ സംഘടനയിലൊക്കെ ഉള്ള ഒരു പെൺകുട്ടി, അൻസിബ. ആ പെൺകുട്ടിയുടെ പെരുമാറ്റം എനിക്ക് വളരെ ബഹുമാനം തോന്നുന്നു. എത്ര നല്ല സ്വഭാവം. ഞാനിത് പറയാൻ കാര്യം എന്താണെന്നറിയോ, സോഷ്യൽ മീഡിയകളിൽ അവർ ജനങ്ങളോട് ബിഹേവ് ചെയ്യുന്നതും ഇടപെടുന്നതും അവരുടെ സംസാരം, മറ്റുള്ളവരോടുള്ള റെസ്പെക്റ്റ്, ഇതൊക്കെ എടുത്തു പറയേണ്ട കാര്യം. ഞാനിത് ഇപ്പോൾ ഒരു രേണു സുധി എന്നൊരു സ്ത്രീയെ പറ്റി ചോദിച്ചുകൊണ്ടാണ് മറ്റ് സിനിമാ നടിമാരെ പറ്റി ഞാൻ എടുത്തു പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ മോനെ? അവരൊക്കെ എത്ര സിനിമകളിൽ അഭിനയിച്ച് കാണും ഇല്ലേ? എത്ര വലിയ നടീനടന്മാരുടെ കൂടെ അഭിനയിച്ച അഭിനേത്രികളാണ് അവരൊക്കെ. എന്ത് താഴ്മയോടുകൂടി അവരൊക്കെ മറ്റുള്ളവരോട് പെരുമാറും ഇല്ലേ? അപ്പം ഈ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുന്നത്, ബിഗ് ബോസ് ഒന്ന് പോയി കാണട്ടെ ആൾക്കാർ. ബിഗ് ബോസിന്റെ പല ഭാഗങ്ങളും ഈ മൊബൈൽ തുറന്നു കഴിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നമ്മൾ മൊബൈൽ അങ്ങോട്ട് തുറക്കുമ്പോൾ ഇതിങ്ങനെ ചാടി ചാടി വരുന്നുണ്ട്. രേണു സുധി കുളിച്ചില്ല, രേണു സുധി കഴിച്ചില്ല, രേണു സുധിക്ക് ഉറക്കമില്ലെന്നും പറഞ്ഞ് മൊബൈൽ തുറക്കണ്ട. എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? എന്നോട് ഒരുപാട് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരും എന്നെ കാണുമ്പോൾ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പം പറയും, എൻ്റെ പൊന്നു ഫാദറേ, അഞ്ചുക്ക് എന്താ കാര്യം, മൊബൈൽ തുറക്കണ്ട. എന്നിട്ട് പറയുന്നത് എന്നറിയോ, സോഷ്യൽ മീഡിയ താര റാണി. ആര് പറയുന്നു? അവര് തന്നെ അവരെ വിശേഷിപ്പിക്കുക. തീർച്ചയായിട്ടും ഈ പ്രതിഭാസം എത്ര നാളൂടെ നിൽക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ വീട് സ്ഥലം കൊടുത്ത വ്യക്തിയെ, അതുപോലെ തന്നെ വീട് പണിത വ്യക്തിയെ, മതിൽ കൊടുത്ത വ്യക്തിയെ, അങ്ങനെയുള്ള പലരെയും തള്ളി പറഞ്ഞു. ആ മതിൽ പണിത് കൊടുത്തത് ഷാജൻ സ്കറിയ എന്ന് പറഞ്ഞ മറുനാടൻ മലയാളി. അദ്ദേഹം 1,19,000 രൂപ ഇവർക്ക് മതിൽ പണിയാൻ കൊടുത്തെന്നാണ് ഞാൻ അറിഞ്ഞത്. അല്ല, അദ്ദേഹത്തെ പറഞ്ഞ കാര്യങ്ങൾ, ദൈവമേ, അത് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നി. ആ ബഹുമാന്യനായ ആ മനുഷ്യനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ. അദ്ദേഹം എന്ത് തെറ്റാ ചെയ്ത്? അദ്ദേഹം ഈ കുടുംബത്തിന്റെ ദയനീയ സ്ഥിതി മനസ്സിലാക്കിയ ശേഷം ആരോ ആവശ്യപ്പെട്ടിട്ടായിരിക്കുമല്ലോ അദ്ദേഹം ആ തുക നൽകി സഹായിച്ചത്. അദ്ദേഹത്തെ മനപ്രയാസപ്പെടുത്തി. അങ്ങനെ ഓരോരുത്തരെയും ഞാൻ ഒരു കാര്യം കൂടെ പറയുക, രേണു സുധിക്ക് ഗൂഗിൾ പേ ചെയ്യാൻ തയ്യാറാകുന്ന വ്യക്തി 5 പ്രാവശ്യം ചിന്തിക്കണം. അയക്കണോ വേണ്ട, അയക്കണോ വേണ്ട, ആലോചിച്ചിട്ട് ചെയ്താൽ ഇന്ന് ഞാൻ ഇരിക്കുന്ന പോലെ ഇൻ്റർവ്യൂവിന് വന്നിരിക്കേണ്ടി വരത്തില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂവിന് വന്നിരിക്കുമ്പം നമ്മളോട് ഇതുപോലുള്ള 100 ചോദ്യങ്ങളുമായിട്ട് നിങ്ങൾ വളരെ ദൂരെ യാത്ര ചെയ്ത് നിങ്ങളെ കാണാനും വരും. നമ്മൾ ഈ പറയണത് വെച്ച് കഴിഞ്ഞാൽ രേണുസുധി പലർക്കും പണം കൊടുക്കാനുണ്ട്, പണം ആവശ്യപ്പെട്ടവരുടെ പലരും ഭീഷണി മുഴക്കി എന്നുള്ള പല സംഭവങ്ങളുണ്ടായി. ഒരുപാട് അതിനൊപ്പം ചേർത്ത് വെക്കുന്ന ഒരു വിഷയമാണ് ബിഷപ്പ് പറയുന്ന ഇപ്പോൾ വാടക വീട്ടിൽ താമസിച്ച. ഞാൻ പറയുന്ന കാര്യം, അതിന്റെ സത്യാവസ്ഥ വോയിസ് പുറത്തു വന്നിട്ടുണ്ടല്ലോ മോനെ. അതറിഞ്ഞില്ലായിരുന്നു ആ സംഭവം? ആ ഓണറിന്റെ വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയ സെർച്ച് ചെയ്താട്ടെ. ആ വീടിന്റെ ഉടമസ്ഥന്റെ ശബ്ദം, വോയിസ് റെക്കോർഡ് പുറത്തു വന്നിരിക്കുകയാണ്. അദ്ദേഹം സങ്കടത്തോട് പറയുന്ന കാര്യങ്ങളാണ്. പൊതുസമൂഹത്തിൽ അത് കേട്ടല്ലോ എല്ലാവരും. ഞാനല്ല പറഞ്ഞു, ഞാൻ പറഞ്ഞെന്ന് ഒരിക്കലും പറയണ്ട. പിന്നെ എനിക്കിവിടെ അടുത്ത് താമസിക്കുന്നതുകൊണ്ട് ആ പുള്ളി ഇതിലേ വരുമ്പോൾ എൻ്റെ വീടല്ലേ അടുത്തുള്ളൂ, അന്നേരം ഇവിടെ കയറി സങ്കടം പറയാനായിട്ട്. അങ്ങനെയാണ്. ഇതിൽ ചേർത്ത് വെക്കാൻ മറ്റൊരു വിഷയം ഉണ്ടായത്, രേണുസുധിക്ക് മുടി കൂടുതലാക്കാൻ വേണ്ടി ചെയ്തൊരു വ്യക്തിയെ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിന്റെ ഹൗസിനുള്ളിൽ തന്നെ വെച്ച് മോശമായിട്ട് പരാമർശിക്കുകയുണ്ടായി. അതും ഒരു സ്ഥാപനം, ഇപ്പം മോൻ പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവര് ഒരു മനോഹരമായ സ്ഥാപനം നടത്തുന്ന ഒരു ലേഡിയാണല്ലോ. എത്രമാത്രം ആ പ്രിയപ്പെട്ട സഹോദരിയുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവും. ചിന്തിച്ചു നോക്ക്. അവരൊരു നന്മയ്ക്ക് വേണ്ടി ആയിരിക്കുമല്ലോ ചെയ്തത്. അപ്പൊ അതും ഒരു ദുഃഖത്തിന് കാരണമായില്ലേ? ഇനി അടുത്ത ദിവസങ്ങളിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഇതുപോലെ ചെയ്യുന്നവർക്ക് നമ്മൾ പറയത്തില്ലയോ, അടുത്തത് ഉടനെ കേൾക്കാൻ തയ്യാറായി നിന്നുകൊണ്ട് വേണം എല്ലാവരും ചെയ്യാൻ തയ്യാറാകാൻ. അതായത് രേണുസുധി പറഞ്ഞ വ്യക്തി വരുന്ന വഴി വന്ന വഴികളും മറക്കുന്ന 100% വന്ന വഴികളെല്ലാം അവർ മറന്നുപോയി. അവർക്കതൊന്നും ഇനിയിപ്പം ബിഗ് ബോസ് ഹൗസിൽ ചെന്ന് ഇവരെന്തെങ്കിലും 100 ദിവസമൊക്കെ അവിടെ നിന്ന് പുറത്ത് വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരും പറയും അവിടുത്തെ പഴത്തിന് അത്ര ഉപ്പില്ലായിരുന്നു എന്ന് പറയും. അവിടുത്തെ പഴം തന്നിരുന്ന ആ പഴത്തിന് അത്ര ഉപ്പില്ലായിരുന്നു എന്ന് പറയും. ബാക്കി കാര്യങ്ങൾ ജനം കേൾക്കുന്നവർക്ക് മനസ്സിലാവും. എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാതെ ആ പുള്ളിക്കാരത്തേക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അവരങ്ങനെയാണ്. അത് മാറ്റാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ രേണുസുധിയുമായിട്ടുള്ള സംബന്ധിച്ചുള്ള നിരവധി വിഷയങ്ങൾ, വിവാദങ്ങൾ, വിമർശനങ്ങൾ, സൈബർ ബുള്ളിങ്, ഭീഷണി, കൊലപാതക ശ്രമങ്ങൾ ഒക്കെ ഉണ്ടായി. ഇപ്പോൾ കുടുംബം, ഇപ്പോൾ പിതാവ് തന്നെ പറയുന്നു, അതായത് അമ്മയും
വിധവയായ അമ്മയും സഹോദരിയും മാത്രമല്ല, അവരൊക്കെ എത്രത്തോളം വേദനിക്കുന്ന ഡിസ്ട്രിക്ട് യഥാർത്ഥത്തിൽ? അവരെ ഓർത്തപ്പോഴാണല്ലോ എനിക്ക് വളരെ വികാരനായി തീർന്നൊരനുഭവം. കാരണം ഞാൻ അവരെ സംരക്ഷിക്കേണ്ട കൂടെ കടമ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മിഷണറി ആയിട്ട് എൻ്റെ ജീവിതം സമർപ്പിച്ചു. ചെറിയ പ്രായത്തിൽ ഒന്നും പ്രതീക്ഷിക്കാതെ, പ്രതിഫലം ഇച്ഛിക്കാതെ ദൈവവേലയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ സമർപ്പിച്ച് ഇറങ്ങി പുറപ്പെട്ടു. അപ്പോഴാണ് എൻ്റെ പിതൃകുടുംബത്തിലെ എൻ്റെ അപ്പച്ചൻ്റെ സിസ്റ്റർ ഈ പ്രോപ്പർട്ടിയെ പറ്റി പുള്ളിക്കാരത്തി കഴിഞ്ഞിടയ്ക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് ഈ പ്രോപ്പർട്ടി എൻ്റെ എങ്ങനെ ലഭിച്ചു എന്നുള്ളൊരു സംശയം അവർക്കുണ്ടെന്ന് അവർ പറഞ്ഞു, ഈ ലേഡി. എന്നാൽ ഈ പ്രോപ്പർട്ടിയെ പറ്റി ഞാൻ പറയാം. എൻ്റെ പിതാവിൻ്റെ സഹോദരി, എൻ്റെ ഗ്രാൻഡ് പേരൻസിലായിരിക്കുന്ന എൻ്റെ അപ്പച്ചൻ, പപ്പായുടെ ഫാദറിൻ്റെ സഹോദരി 37 വർഷം നേഴ്സായി വിദേശത്ത് ജോലി ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുവകകളെ എന്നെ ഏൽപ്പിച്ചിരുന്നു എൻ്റെ പിതൃകുടുംബത്തിൽ. ആ അമ്മച്ചി സിംഗിളായിരുന്നു, മക്കളൊന്നുമില്ലായിരുന്നു. അപ്പം അമ്മച്ചിയുടെ സകല സ്വത്തുവകകളും എന്നെ ഏൽപ്പിച്ചു, ഒരു മിഷണറി എന്ന രീതിയിൽ കുടുംബത്തിൽ നിന്ന് ഞാൻ ഏക വൈദികനായതുകൊണ്ട്. അപ്പോൾ ആ സ്വത്തിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മൾ ആ ലാഭോളം മിഷണറി പ്രവർത്തനങ്ങൾ ചെയ്ത് ഒരാളുടെ മുമ്പിലും കൈ നീട്ടാതെ, നമുക്കൊരു മിഷണറിയായിട്ട് ഒരാളുടെ മുമ്പിൽ പോയി ചോദിക്കുന്നത് ഒരിക്കലും ഉചിതമായ കാര്യമല്ല, ആണോ? ഒരാളോടും പോയി കൈ നീട്ടാനൊക്കത്തില്ല. അപ്പം നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകാൻ എൻ്റെ വെൽഫെയറിന് വേണ്ടി എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച കുടുംബ സ്വത്താണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത്. അത് കൊടുക്കുമ്പോഴാണ് എന്നെ എറിയുന്നത് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ചോദ്യം വളരെ ആപ്റ്റായൊരു ക്വസ്റ്റ്യനാണ്. എൻ്റെ കുടുംബത്തിന് വളരെ മുറിവേൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അമ്മമാർക്ക് വേണ്ടിയിട്ട്, ഓർമ്മയില്ലാത്ത സഹോദരിക്ക് വേണ്ടിയിട്ട്, അതെ, അവരുടെയൊക്കെ ഒരു നെടുംതൂണും കൂടെയാണ്. ഞാനാണ് അവരെ സംരക്ഷിക്കുന്നത്. എൻ്റെ അമ്മയും എൻ്റെ ഇളയ സഹോദരിയെയും ഞാൻ സംരക്ഷിക്കുന്നു. ഞാൻ മരിക്കുന്നിടം വരെ അവരെ ഞാൻ സംരക്ഷിക്കും. ഈ ഭീഷണികളുണ്ടാകുന്നു, അതൊക്കെ അവരെ വളരെ മുറിപ്പെടുത്തുന്നതാണ്. പല കാര്യങ്ങളും എൻ്റെ അമ്മയെ അറിയിക്കാൻ പോലും പറ്റത്തില്ല. കാരണം അമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. ഇപ്പം അമ്മ ഒരു സർജറി കഴിഞ്ഞിട്ട് ഇന്നലെ 3 മാസം തികഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം അമ്മ വീട്ടിൽ വിശ്രമിക്കുകയാണ്. പ്രായമുണ്ട്, 74 വയസ്സിൽ കൂടുതലുണ്ട് എൻ്റെ അമ്മയ്ക്ക് പ്രായം. അമ്മയ്ക്ക് പല കാര്യങ്ങളും അറിഞ്ഞപ്പോൾ വളരെ ദുഃഖിതയാണ്. മാതാവിൻ്റെ സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മക്കളെ വല്ലാതെ തളർത്തുന്നതാണ്. തീർച്ചയായും. അപ്പോൾ ആ ഒരു നിമിഷത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് വിഷമം ഉണ്ടാവും. അതുപോലെ തന്നെ താങ്കൾക്ക് വധഭീഷണി അടക്കം ജീവഹാനിക്ക് വരെ ഭയപ്പെടുമ്പോൾ, ജീവഹാനി ഉണ്ടാകുന്ന സാഹചര്യം വന്നുകൊണ്ടാണല്ലോ നിങ്ങൾ എന്നെ കാണാനായിട്ട് വന്നത്. അങ്ങനെയുള്ള കോളുകൾ എനിക്ക് വരുന്നു, അങ്ങനെയുള്ള വിളികൾ ഉണ്ടാകുന്നു, എന്നെ തേടി വരുന്നു ആൾക്കാർ. നമുക്ക് പരിചയമില്ലാത്ത വാഹനങ്ങൾ ഇവിടെ ചുറ്റിക്കറങ്ങുന്നു. അതൊക്കെ വളരെ വേദന ഉളവാക്കുന്ന കാര്യങ്ങളാണ്. വളരെ ഭീഷണിയുണ്ടല്ലോ. അതല്ല ഇങ്ങനെ അങ്ങനെയൊക്കെ സംഭവിക്കാം. ഒരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്താലും അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ ആ മുന്നിൽ കാണുന്ന ഭീഷണികൾ ഇതിനെ കാണുമ്പോഴത്തേനും ഒരു കുടുംബം എന്നുള്ള രീതിയിൽ അവർക്ക് എത്രത്തോളം, അവർക്ക് അത് താങ്ങാനാവുന്നതിനപ്പുറമായ ദുഃഖത്തിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ വേദനയിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടിയിട്ട്, എൻ്റെ ജീവൻ്റെ സംരക്ഷണയ്ക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനയ്ക്കപ്പുറം അവരെ നോക്കണ്ടേ, അവരെ ചുമതലയുള്ള ഒരു നെടുന്തൂണായി നിൽക്കുന്ന ഇപ്പോൾ ഒരു രക്ഷിതാവിൻ്റെ സ്ഥാനത്തുള്ള പിതാവിന്, പപ്പ മരിച്ചു പോയതാ എൻ്റെ ബിഷപ്പിന്, അതും ഇനി ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സാഹചര്യത്തിൽ നിൽക്കുമല്ലേ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ അമ്മയും സഹോദരിയും ആ നിമിഷം തന്നെ ഹൃദയം അവർക്ക് താങ്ങാനുള്ളൊരു പവർ ഉണ്ടായിരിക്കത്തില്ല. അത് അവരും തളർന്നു പോകും. തീർച്ചയാണത്. കാരണം വേറെ ആരും അവരെ സംരക്ഷിക്കുവാനായിട്ട് ഈ ഭൂമിയിലില്ല. അത് പിതാവിന് എത്രത്തോളം മനോവിഷമം ഉണ്ടാകുന്നു. അത് വലിയൊരു ദുഃഖത്തോടു കൂടി തന്നെയാണ് എനിക്ക് കഴിയുന്നത്. വളരെ ദുഃഖത്തോടാണ് കഴിയുന്നത്. കാരണം എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാളാണ്. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറുമായിട്ട് എൻ്റെ കൺസൾട്ട് ചെയ്തിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസും കൂടെ ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള ത്രെട്ടുകൾ എന്നെ മാനസികമായിട്ട് വല്ലാതെ തളർത്തുന്നുണ്ട്. ഞാൻ ചെയ്തു പോയ എന്നാലും ഞാൻ വീണ്ടും ഞങ്ങളുടെ വിശുദ്ധ കുർബാനയിൽ പറയാറുന്നൊരു വാക്കാണ്, എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്ന് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഏറ്റു പറയുന്നത് പോലെ ഞാനായിട്ട് ചെയ്തു വെച്ച ഒരു തെറ്റായിട്ട് പലപ്പോഴും ഇതുപോലുള്ള സന്ദർഭങ്ങളെ ഞാൻ ഓർത്തു പോകാറുണ്ട്. ഇതുപോലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ. ഇപ്പോൾ സഹോദരിക്ക് ഓർമ്മയില്ല. അപ്പോൾ അമ്മയാണ് അവരെ നോക്കുന്നത്. അമ്മയ്ക്ക് 74 വയസ്സായി പറയുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഒരു നാഥനായി നിൽക്കേണ്ട സമയത്ത് ചാരിറ്റി പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരു സൈഡിൽ കൂടെ പോകുമ്പോഴും അതിന് ഇതുപോലുള്ള ഭീഷണികൾ ഉണ്ടാകുമ്പോൾ ബാക്കിയുള്ള കുടുംബാംഗങ്ങൾ എന്താണ് പറയുന്നത്? അവരെന്നെ പലപ്പോഴും പറയും, വളരെ കെയർഫുൾ ആകണമെന്ന് എന്നോട് പറയും. വളരെ സൂക്ഷിക്കണം, വളരെ കരുതലോട് വേണം മുന്നോട്ട് പോകാൻ എന്ന് പറയും. അവർക്കും ബന്ധുമിത്രാദികൾക്കെല്ലാം തന്നെ ഒരു ദുഃഖമാണിത്.
ഇപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. ഇത്രയും വർഷം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഈ ഒരു രേണുസുതി ബിഗ് ബോസിൽ പോയതിന് ശേഷം ഉണ്ടായ കാര്യങ്ങളാണ് ഇപ്പം ഞാൻ നിങ്ങളോട് ഈ പറയുന്നത്. ഇതൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് തന്നെ ഇത് കേട്ടവരെല്ലാം വളരെ നടുക്കത്തോടും ദുഃഖത്തോടും കൂടെയാണ് എന്നോടുള്ള അനുഭാവമായിട്ട് എന്നെ ഫോണിൽ വിളിക്കുകയും എനിക്ക് വേണ്ട ആശ്വാസ വാക്കുകൾ പറയുകയും എന്നെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്ന് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അനവധി ഫോൺ കോളുകൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിവരം അറിഞ്ഞപ്പം മുതൽ. അമ്മ എപ്പോഴെങ്കിലും ചോദിച്ചിരുന്നോ ഈ വിഷയത്തെക്കുറിച്ച്, വിവാദങ്ങളെക്കുറിച്ച് എപ്പോഴെങ്കിലും? അമ്മ എന്നോട് പറഞ്ഞത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നുള്ളതാണ് അമ്മ പറഞ്ഞത്. ഇവരെ ഓർത്ത് പ്രാർത്ഥിക്കാം നമുക്ക്. അല്ല, ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രായക്കാരും സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അമ്മ അങ്ങനത്തെ മൊബൈലൊക്കെ നോക്കാനുള്ള അമ്മ അങ്ങനൊന്നും നോക്കാറില്ല എന്നുള്ള സത്യമായ കാര്യം. പിന്നെ ആരെല്ലാം അമ്മയെ കൊണ്ട് കാണിക്കുമ്പോഴാണ് അമ്മ ഇതൊക്കെ കാണുന്നത്. അല്ല, ഇപ്പൊ ഇങ്ങനെയുള്ള വിവാദ വിഷയങ്ങൾ ഏതെങ്കിലും അമ്മ കണ്ടിരുന്നു? അത് അമ്മ മൊബൈലിലൂടെ പലരും പറയുന്നു, അമ്മയെ കൊണ്ട് കാണിക്കുമ്പോൾ അമ്മ കേൾക്കാറുണ്ട് പല കാര്യങ്ങളും. അപ്പോൾ എന്നെ രാത്രിയിലൊക്കെ അമ്മ എന്നെ വിളിച്ച് ചോദിക്കും, രാത്രിയിലൊക്കെ എന്നെ ഫോണിൽ വിളിക്കും, സേഫ് ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ പ്രായത്തിൽ അമ്മയ്ക്ക് ഭയമുണ്ട്? തീർച്ചയായിട്ടും അമ്മയ്ക്ക് ഭയമുണ്ട്, അമ്മയ്ക്ക് ദുഃഖമുണ്ട്, ആശങ്കയുണ്ട്. ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ സംഭവിച്ച കാര്യമായത്. അപ്പം അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. പിതാവിന് ആ കാര്യത്തിൽ ഭയമുണ്ട്? എനിക്ക് ഭയം എന്ന് വെച്ചാൽ ജനിച്ചാൽ മരിക്കണം, പക്ഷേങ്കിൽ ഇങ്ങനൊരു ഭീഷണി അത് വളരെ ദുഃഖം ഉണ്ടാക്കിയ കാര്യമാണ്. അത് ഇവരിങ്ങനെ പോയതിന് ശേഷമാണ്, ഇവരുടെ ആൾക്കാർ തന്നെയാണ്, ഇവർക്ക് PR വർക്ക് ചെയ്യുന്നവർ വളരെ സ്ട്രോങ് ടീമാണെന്നുള്ള വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസൊക്കെ ഏറെക്കുറെ ഞാൻ പോലീസിന് കൊടുത്തിട്ടുമുണ്ട്. അവർ നിരീക്ഷണത്തിലാണെന്ന് എന്നോട് പോലീസ് പറഞ്ഞു. എന്നെ ആക്രമിക്കുന്നവരെ പോലീസ് തിരയുമെന്ന് പറഞ്ഞു. കമൻ്റായിട്ട് അതിൽ വരുന്ന സ്ക്രീൻഷോട്ട് ചെയ്ത് പോലീസിന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു വിഷയം ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ വാർഡ് മെമ്പറോട് സംസാരിച്ചു. അതെ. ഇപ്പോൾ ഒട്ടേറെ ഇവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെ. ഈ വിഷയങ്ങൾ അവരറിഞ്ഞപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു പിന്തുണ എത്രത്തോളം? അവർ പറഞ്ഞ് എന്ത് സമയത്തും ബിഷപ്പ് വിളിച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ വരാം, വേണ്ട സഹായങ്ങൾ നിയമപരമായിട്ടുള്ള സഹായമാണെങ്കിലും എന്നെ ആളായിട്ട് വന്നവർ കുടുംബമായിട്ട് അവർ സപ്പോർട്ട് ചെയ്യാമെന്ന് അവർ പറഞ്ഞു. പോലീസിലാണെങ്കിലും അവരും വേണ്ട നടപടികൾ പറഞ്ഞോളാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്താവശ്യം വന്നാലും, നമുക്കിവിടെ എന്ത് വിഷമം വന്നാലും അവരുടനെ പോലീസിനെ അവരും കൂടെ വിളിച്ച് സംസാരിക്കും ഒരാവശ്യം വന്നാൽ. അത്രമാത്രം അവരൊക്കെ നമ്മളുമായിട്ട് വളരെ നമ്മളെ കെയർ ചെയ്യുന്ന ഒരാൾക്കാരാണ്. പിന്നെ ഞാൻ സിംഗിളായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് മറ്റ് വലിയ സംഘടനാ ബലമോ ഒന്നും അങ്ങനൊന്നും ഉള്ള ഒരാളല്ലല്ലോ, സിംഗിളായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ജീവിതത്തിൽ ഒട്ടേറെ വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മനോധൈര്യത്തോടെ നേരിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വന്നതിന് സന്തോഷം. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.